ഇതിനെ പ്രതിഷേധമായി കാണുന്നുണ്ടോ? KPCCയുടെ വിചാർ വിഭാഗിൽ പറയേണ്ട കാര്യം ഒരു പൊതുവേദിയിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രവർത്തകർ കൂടി ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് VV രാജേഷ് പറഞ്ഞു വെച്ചത്. അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപമാനമാണെങ്കിലും ഒരു പരിധിവരെ നല്ലതാണ്. ഒരു പക്ഷേ ഈ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി, വർഗീയമായി വേർതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന RSSഉം ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ശക്തികളെ പരാജയപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വമായിരുന്നു. ഒരുപക്ഷെ ഈ രാജ്യത്തിനൊരു 3-4 പതിറ്റാണ്ട് ഈ വർഗീയ ശക്തികളെ ഇന്ത്യയുടെ മണ്ണിൽ അടുപ്പിക്കാതിരിക്കാൻ, ഈ ക്യാൻസറിനെ പ്രതിരോധിച്ച മരുന്ന് മഹാത്മാഗാന്ധിയുടെ ചോരയായിരുന്നു, രക്തമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപമാനം കേരളത്തിനുണ്ടായെങ്കിൽ പോലും ഇത് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. ഈ നാശം വിതയ്ക്കുന്ന ഈ ആശയം എങ്ങനെയാണ് ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളെ ഓർപ്പിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഗോപിനാഥൻ നായരുടെ ഒരു ഗാന്ധിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന സ്ഥലത്ത് ഈ രാജ്യം ഇന്ന് വർഗീയ വിദ്വേഷത്തിലേക്കും അപരമത വിദ്വേഷത്തിലേക്കും അതുപോലെ തന്നെ മനുഷ്യനെ കൊല്ലുന്ന ആശയത്തിനും RSS നേതൃത്വം കൊടുക്കുമ്പോൾ ആ മഹാത്മാഗാന്ധിയെ കൊന്ന ശക്തികൾ ഇന്നും വലിയ രീതിയിൽ ഇന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾക്ക് പ്രതിബിംബമായി നിൽക്കുന്ന സംഘപരിവാറിനെ കുറിച്ച് പറയാതെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും. അത് KPCCയുടെ വിചാരവേദിയൊന്നും വേണ്ട. ഈ രാജ്യത്ത് എവിടെയെല്ലാം സ്പർദ്ധ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുകയോ മാനവികതയെക്കുറിച്ച് സംസാരിക്കുകയോ, ആ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന വേദികളിൽ RSS എന്ന് പറയുന്ന വിഷവിത്തിനെ തള്ളിപ്പറയാതെ, ആ ക്യാൻസറിനെ ചികിത്സിക്കണമെന്ന് പറയാതെ ഒരു യോഗവും ഒരു സ്റ്റേറ്റ്മെൻറ്റും പൂർണ്ണമല്ല. ഇവിടെ RSS എന്ന് പറയുന്നത്, തുഷാർ ഗാന്ധി പറഞ്ഞത് രാജ്യത്ത് ഉള്ള ആ ക്യാൻസർ, രാജ്യത്ത് മാത്രമല്ല, അത് മാനവികതയ്ക്കെതിരെയുള്ള ക്യാൻസറാണ് RSS. അത് മുറിച്ചു മാറ്റേണ്ട രോഗമാണ് ആ RSS എന്ന് പറയുന്നത്. ഒരു മതത്തിൽ ജനിച്ചു പോയതിൻ്റെ പേരിൽ തനിക്കും എനിക്കും അഭിലാഷനും ഒന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത മനുഷ്യരെ പോലും ഒരു മതത്തിൽ ജനിച്ചു പോയതിൻ്റെ പേരിൽ ഇല്ലായ്മ ചെയ്യണം, അവനെയെല്ലാം തല്ലണം, അവനെയെല്ലാം കൊല്ലണം എന്ന് പറയുന്ന ആശയമുണ്ടെങ്കിൽ ആ ആശയം തീവ്രവാദമാണ്. ഒരു മതരാഷ്ട്രവാദം വേണം എന്ന് പറയുന്നത് ISIS പുറത്തു പറയുന്ന മതരാഷ്ട്രവാദം തീവ്രവാദമാണെങ്കിൽ, ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറയുന്ന RSS തീവ്രവാദികളാണ്. ആ തീവ്രവാദികളെ തള്ളിപ്പറയാതെ ഈ കാലഘട്ടത്തിൽ എവിടെയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? മഹാത്മാഗാന്ധിയെ കൊന്ന ആശയത്തെ ഈ രാജ്യത്തിന് മുമ്പിൽ ഇന്നും തുറന്നു കാണിക്കാതെ എങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? ഈ രാജ്യത്തെ വിദ്വേഷത്തിനെതിരെയുള്ള പോരാട്ടം നടന്നപ്പോൾ തുഷാർ ഗാന്ധി അതിനൊപ്പം ചേർന്നിരുന്നു. തുഷാർ ഗാന്ധി അതിനൊപ്പം ചേർന്നത് വിദ്വേഷത്തിനെതിരെ നടക്കുന്ന മഹാത്മാഗാന്ധിയുടെ പാതയിൽ നടക്കുന്ന ഒരു മൂവ്മെന്റിനെ ശക്തിപ്പെടുത്താനാണ്. അത് തുഷാർ ഗാന്ധി മാത്രമല്ലോ, ഈ രാജ്യത്തെ എത്രയോ അഭിനേതാക്കൾ മുതൽ സാമൂഹിക പരിഷ്കർത്താക്കൾ മുതൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ നടക്കുന്നവരെല്ലാം ആ യാത്രയുടെ ഭാഗമായി. പക്ഷെ അതിനെയെല്ലാം ഇന്നും മഹാത്മാഗാന്ധിയെ വീണ്ടും വീണ്ടും കൊല്ലാൻ വേണ്ടി തോക്കെടുക്കാൻ ഇതായിട്ട് നിൽക്കുന്ന, വിദ്വേഷത്തോടു കൂടി നിൽക്കുന്ന VV രാജേഷിനെ പോലെയുള്ള RSSന്റെയും BJPയുടെയും അണികൾക്ക് ഈ മഹാത്മാഗാന്ധി ഇന്നും ശത്രുവാണ്. ആ ശത്രുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എന്താ പറയുക, ചിത്രത്തിലേക്ക് പോലും വെടിയുതിർക്കേണ്ടി വരുന്ന മാനസിക വൈകൃതത്തിനുടമകളാണ് ഇവർ. അതുകൊണ്ടാണ് തുഷാർ ഗാന്ധിയെ പുറത്ത് തടയേണ്ടി വന്നത്. സൗഹാർദ്ദത്തിലേക്കുള്ള വഴിക്ക് കൂടുതൽ ഊർജം പകരും.